ഒന്നാമതായി നിങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വന്ന സമയത്ത് തന്നെ ചോദിച്ചാൽ, നിങ്ങൾ ഇടപെട്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇതുവരെ വസ്തുനിഷ്ഠമായി ഒരു ഉത്തരവ് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പറയാം, ഞാനത് ആവർത്തിക്കാം. ജിന്നിനോട് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന ഇസ്തിആനത്തിൽ, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന ഇസ്തിആനത്തിൽ ശിർക്കല്ലാത്തതും ഉണ്ട് എന്നുള്ളത് പറയാൻ സ്ഥാപിക്കാനുള്ള പ്രമാണമുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്നാണോ നിങ്ങൾ അഭൗതികം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്ന് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ജിന്നിനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശിർക്കാണ്. എന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ശിർക്കല്ല. കാരണം ഞങ്ങൾ അതിനുള്ള കൃത്യമായ മറുപടി ഇതിന്റെ മേലത്തെ ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രമാണബന്ധം പിന്നെ ഞാൻ പിന്നെയും പറഞ്ഞു, പ്രമാണാണ് പറയുന്നത് ശിർക്കാവുന്ന ഇസ്തിആനത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ആ ഇസ്തിആനത്ത് എപ്പോഴാകുക? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരാവശ്യം നിറവേറ്റി കിട്ടാൻ അദൃശ്യമായ അറിവും കഴിവുമുണ്ട് എന്ന് ആ സഹായം തേടുന്ന വ്യക്തിയെ പറ്റി വിശ്വാസം ഉണ്ടാകുമ്പോഴേ അങ്ങനത്തെ വിളി വരൂ. അതുകൊണ്ടാണ് അത് ശിർക്കാവുന്നത്, ആ ചോദ്യം പ്രാർത്ഥനയാവുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരാവശ്യം നിറവേറ്റി കിട്ടാൻ ഒരു പടപ്പിനോട് ഒരു പടപ്പ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്നവന് വിളിക്കപ്പെടുന്നവനെ പറ്റി അദൃശ്യമായ അറിവും കഴിവുമുണ്ട് എന്ന വിശ്വാസമാണ് ശിർക്ക്. ആ വിശ്വാസം ആണ് അദൃശ്യമായ അറിവും കഴിവുമുണ്ട് എന്ന് പറഞ്ഞാൽ എവിടുന്ന് വിളിച്ചാലും കേൾക്കാനും കാണാനും അറിയാനും നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും അവർ കഴിയും അഭൗതികമായ രീതിയിൽ എന്ന്. ആ വിശ്വാസം അവനുണ്ടാവുമ്പോഴേന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ജിന്നിനെയോ മലക്കിനെയോ മരിച്ചുപോയവരെ അവൻ വിളിക്കുകയുള്ളൂ. ആ വിളി മുങ്ങിച്ചാവുമ്പോഴായാലും ശരി, എപ്പോഴായാലും ആ വിളി വരണമെങ്കിൽ അഭൗതികമായ വിശ്വാസം, ആ പടത്തിനെ പറ്റി അദൃശ്യമായ അറിവും കഴിവുമുണ്ട് എന്ന വിശ്വാസം വരുമ്പോഴേ ആ വിശ്വാസത്തോടു കൂടിയുള്ള വിളിയും ശിർക്കാണ്. ആ വിളി സഹായ ചോദ്യം പ്രാർത്ഥനയും ആരാധനയും അതാണ് അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കല്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ആയത്ത് ഇതിൽ പറഞ്ഞ ആ ഇസ്തിആനത്ത് ആരോട് ചെയ്താലും ശിർക്ക്. അതിൽ പെടാത്തത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ശിർക്കല്ല. അതന്നെ അതിനുള്ള പ്രമാണം. ഞാൻ പറഞ്ഞല്ലോ, എത്ര തവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനും സുന്നത്തിലും എന്തൊക്കെ ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ശിർക്ക്. ശിർക്കല്ലാത്തതിന് വേറൊരു തെളിവ് ആവശ്യമില്ല. ശിർക്ക് എന്താണെന്ന് കൃത്യമായി പറഞ്ഞെന്നാൽ അതിൽ പെടാത്തതൊന്നും ശിർക്കല്ല. പ്രമാണപരമാണ് പറഞ്ഞത്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ. ആ ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, സൂറത്ത് ജിന്ന്. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് ശിർക്കല്ല എന്നുള്ളതിനുള്ള തെളിവാ. എന്താ കാരണം? എന്താ ശിർക്ക് എന്ന് അതിൽ പറഞ്ഞു. ആ ശിർക്കാണ് ഞാൻ മേലെ പറഞ്ഞത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരാവശ്യം നിറവേറ്റി കിട്ടാൻ ഒരു പടപ്പിനോട് ഒരുത്തൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വിളിക്കപ്പെടുന്നവനെ പറ്റി, വിളിക്കപ്പെടുന്നവനെ പറ്റി അദൃശ്യമായ അറിവും കഴിവും ആ പടപ്പിനുണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിലേ ആ വിളിക്കുള്ളൂ. ആ വിളി ശിർക്കാണ്, ആ വിശ്വാസവും ശിർക്കാണ്. മനസ്സിലായോ? അപ്പൊ ആ വിളിയാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ആ വിളിയാണ് ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും. ആ വിളിയാണ് വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ. ആ വിളിയാണ് സൂറത്ത് ജിന്നിലെ 6-ാമത്തെ ആയത്ത് ഇതില് മക്ക മുശ്രിക്കുകൾ വിളിച്ചത്. ആ വിളിയിൽ പെടുന്നത് എന്തൊക്കെയുണ്ടോ അത് ശിർക്ക്. ആ വിളിയിൽ പെടാത്തത് എന്തൊക്കെയുണ്ടോ അത് ശിർക്കല്ല. അപ്പൊ പ്രമാണം പറഞ്ഞില്ലാന്ന് പറയണ്ട. മനസ്സിലായോ? അസ്സലാമു അലൈക്കും. നിങ്ങളോട് നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അബോധികമായ മനുഷ്യനെന്ന സഹായത്തിന് ശിർക്കല്ലാത്തതുണ്ട് എന്നുള്ള പ്രമാണം ചോദിച്ചു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ആയത്ത് ഇതിൽ പറഞ്ഞ ആ ഇസ്തിആനത്ത് ആരോട് ചെയ്താലും ശിർക്ക്. അതിൽ പെടാത്തത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ശിർക്കല്ല. അതന്നെ അതിനുള്ള പ്രമാണം. ഞാൻ പറഞ്ഞല്ലോ, എത്ര തവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനും സുന്നത്തിലും എന്തൊക്കെ ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ശിർക്ക്. ശിർക്കല്ലാത്തതിന് വേറൊരു തെളിവ് ആവശ്യമില്ല. ശിർക്ക് എന്താണെന്ന് കൃത്യമായി പറഞ്ഞെന്നാൽ അതിൽ പെടാത്തതൊന്നും ശിർക്കല്ല. പ്രമാണപരമാണ് പറഞ്ഞത്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ. ആ ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, സൂറത്ത് ജിന്ന്. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് ശിർക്കല്ല എന്നുള്ളതിനുള്ള തെളിവാ. എന്താ കാരണം? എന്താ ശിർക്ക് എന്ന് അതിൽ പറഞ്ഞു. ആ ശിർക്കാണ് ഞാൻ മേലെ പറഞ്ഞത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരാവശ്യം നിറവേറ്റി കിട്ടാൻ ഒരു പടപ്പിനോട് ഒരുത്തൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വിളിക്കപ്പെടുന്നവനെ പറ്റി, വിളിക്കപ്പെടുന്നവനെ പറ്റി അദൃശ്യമായ അറിവും കഴിവും ആ പടപ്പിനുണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിലേ ആ വിളിക്കുള്ളൂ. ആ വിളി ശിർക്കാണ്, ആ വിശ്വാസവും ശിർക്കാണ്. മനസ്സിലായോ? അപ്പൊ ആ വിളിയാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ആ വിളിയാണ് ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും. ആ വിളിയാണ് വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ. ആ വിളിയാണ് സൂറത്ത് ജിന്നിലെ 6-ാമത്തെ ആയത്ത് ഇതിൽ മക്ക മുശ്രിക്കുകൾ വിളിച്ചത്. ആ വിളിയിൽ പെടുന്നത് എന്തൊക്കെയുണ്ടോ അത് ശിർക്ക്. ആ വിളിയിൽ പെടാത്തത് എന്തൊക്കെയുണ്ടോ അത് ശിർക്കല്ല. അപ്പൊ പ്രമാണം പറഞ്ഞില്ലാന്ന് പറയണ്ട. മനസ്സിലായോ? അസ്സലാമു അലൈക്കും.